യുഎയിൽ താമസിക്കുന്ന പ്രവാസികളാണോ നിങ്ങൾ ഇപ്പോഴും അവിടെ ബാങ്കിംഗ് സേവനങ്ങൾ നടത്തുന്നത് വാട്സപ്പ് വഴിയാണോ? എന്നാൽ ഇനി മുതൽ അതിന് സാധിക്കില്ല. വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകളും വഞ്ചന, ആൾമാറാട്ടം, സൈബർ ആക്രമണങ്ങൾ എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഗൾഫ് പ്രവാസികൾക്ക് യുഎയിലെ ബാങ്ക് ഉപഭോക്താക്കൾക്കും സുപ്രധാനമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് യുഎ നൽകിയിരിക്കുന്നത്. എന്തെന്നാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ കർശനമായും പാലിച്ചില്ല എങ്കിൽ നിങ്ങൾ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് വീഴാൻ ഒരുങ്ങുന്നതെന്നും ഇവിടെ മുന്നറിയിപ്പിൽ പറയുന്നു. ആയതിനാൽ തന്നെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ബാങ്കിംഗ് സേവനങ്ങൾക്ക് യുഎ സെൻട്രൽ ബാങ്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് പുതിയ നിർദ്ദേശം. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ലൈസൻസ് ഉള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. വാട്സാപ്പ് വഴി ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നത് വഞ്ചന, ആൾമാറാട്ടം, സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് സെൻട്രൽ ബാങ്കിംഗ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പുറമെ തന്നെ രാജ്യത്തെ ബാങ്കിംഗ് വിവരങ്ങൾ മറ്റു രാജ്യങ്ങളിലെ ആ ഒരു സെർവറുകളിലേക്ക് ചോരാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാരണമാകുമെന്നും അധികൃതർ വിലയിരുത്തുന്നുണ്ട്. ഇതോടുകൂടി തന്നെ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും ഈ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ നടന്നാൽ വാട്സാപ്പിലൂടെ ലഭിച്ചിരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇനി മുതൽ ഇവിടെ ലഭ്യമാകില്ല. ബാങ്കിംഗ് സേവനങ്ങളുടെ പേരിൽ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും ഈ നിർദ്ദേശത്തിലൂടെ എടുത്തു പറയുന്നുണ്ട്. ബാങ്കുകൾ ഒരു കാലത്തും വാട്സാപ്പ് വഴി ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളോ സാമ്പത്തിക രേഖകളോ ആവശ്യപ്പെടില്ല. അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ, പിൻ നമ്പറുകൾ, ഒറ്റത്തവണ പാസ്വേഡുകൾ എന്നിവ ഒരു കാരണവശാൽ പോലും വാട്സാപ്പിലൂടെ കൈമാറാൻ പാടുള്ളതല്ല. പുതിയ ബാങ്കിംഗ് സ്കീമുകളെ കുറിച്ചോ അല്ലെങ്കിൽ സേവനങ്ങളെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ അത് നൽകുന്നതിനും ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കരുത്. പണം അയക്കുന്നവർ ബാങ്കുകളുടെ ഔദ്യോഗിക ആപ്പുകളോ വെബ്സൈറ്റുകളോ മാത്രം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതും ഉറപ്പുവരുത്തേണ്ടതാണ്. സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഇപ്പോൾ യുഎ സെൻട്രൽ ബാങ്കാണ് അറിയിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾ സ്വന്തം സാമ്പത്തിക സുരക്ഷയ്ക്കായി തന്നെ ഈ നിയമങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നും അധികൃതർ ഇവിടെ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.